ജഹനാബാദിലെ ഒരു ഹോസ്റ്റലിൽ വെച്ച് 5 വയസ്സുകാരൻ മരണപ്പെട്ടിരിക്കുന്നു. അതും ദുരൂഹ സാഹചര്യത്തിൽ. സംഭവത്തിൽ ഇപ്പോൾ വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉയരുകയാണ്. ഇതൊരു സ്വാഭാവിക മരണമല്ല, കൊലപാതകമാണെന്നാണ് കുട്ടിയുടെ കുടുംബം ആരോപിക്കുന്നത്. വെറും 5 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടിക്ക് ആ ഹോസ്റ്റലിൽ വെച്ച് എന്താകും സംഭവിച്ചിട്ടുണ്ടാവുക? ബീഹാറിലെ ജഹനാബാദിൽ നിന്നാണ് ഞെട്ടിക്കുന്ന സംഭവം പുറത്തുവരുന്നത്. 10 ദിവസം മുൻപായിരുന്നു ലോദിപൂരിലെ ഒരു ഹോസ്റ്റലിൽ 5 വയസ്സുകാരനായ ആഷു കുമാറിനെ മാതാപിതാക്കൾ കൊണ്ടുചെന്നാക്കുന്നത്. 100-ലധികം വിദ്യാർത്ഥികൾ താമസിക്കുന്ന 3 നില കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ഹോസ്റ്റലായിരുന്നു അത്. ബുലഗീബിക ഗ്രാമത്തിൽ നിന്നുള്ള UKG വിദ്യാർത്ഥിയായിരുന്നു ആഷു. എന്നാൽ കഴിഞ്ഞ ദിവസം രാവിലെ 6 മണിയോടെ ആഷുവിന്റെ മാതാപിതാക്കൾക്ക് ഒരു ഫോൺ കോൾ ലഭിക്കുകയുണ്ടായി. ആഷുവിന്റെ ആരോഗ്യനില മോശമാണെന്നും ഹോസ്റ്റലിലേക്ക് എത്രയും പെട്ടെന്ന് എത്തണമെന്നുമായിരുന്നു ആ ഫോൺ കോളിൽ ഉണ്ടായിരുന്നത്. ഹോസ്റ്റൽ മാനേജ്മെന്റിന്റെ കോൾ ലഭിച്ചതിന് പിന്നാലെ തന്നെ വിവരം ലഭിച്ച കുടുംബം സ്ഥലത്തെത്തി. എന്നാൽ അവരെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു അവിടെ കണ്ടത്. ആഷുവിന്റെ ശരീരത്തിൽ മുഴുവൻ ആഴത്തിലുള്ള മുറിവുകളായിരുന്നു. കുട്ടിയുടെ കഴുത്തിനും കണ്ണിനും സമീപമുള്ള ആഴത്തിലുള്ള മുറിവുകൾ അടക്കം സംശയം ഉളവാക്കുന്നവയുമായിരുന്നു. അവർ കുട്ടിയെ ഉടൻ തന്നെ സദർ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും ആഷു ഗുരുതരാവസ്ഥയിലായതിനാൽ ഡോക്ടർമാർ പട്ന മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് അവനെ റഫർ ചെയ്തു. എന്നാൽ മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന വഴിയിൽ വെച്ച് തന്നെ കുട്ടി മരിക്കുകയായിരുന്നു. അവിടെ അവശേഷിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. മകൻ സുരക്ഷിതനെന്ന് കരുതി മാതാപിതാക്കൾ ഏൽപ്പിച്ചു പോയ ഹോസ്റ്റലിൽ ആ 10 ദിവസത്തിനിടയിൽ ആഷുവിന് എന്താണ് സംഭവിച്ചത്? അവന്റെ ദേഹമാസകലം ആഴത്തിലുള്ള മുറിവുകൾ വന്നതെങ്ങനെയാണ്? ഇതെന്തുകൊണ്ട് അധികൃതർ ശ്രദ്ധിച്ചില്ല? ആഷു അത്രയും ഗുരുതരാവസ്ഥയിലെത്തുന്ന സാഹചര്യം വരെ ഹോസ്റ്റൽ മാനേജ്മെന്റ് കാത്തുനിന്നതെന്തിന്? ആഷുവിന്റെ കുടുംബം ഇതൊരു കൊലപാതകമെന്ന് ഉറപ്പിച്ചു പറയാനുള്ള കാരണങ്ങളും ഇതൊക്കെയാണ്. സംഭവത്തിൽ പോലീസ് നൽകുന്ന വിശദീകരണം കൂടി നമുക്കൊന്ന് കേൾക്കാം. और संदिग्ध परिस्थितियों में उसकी मौत हुई है। तो उनका स्कूल वालों का कहना है कि वो गिर गया है और उसको हॉस्पिटल भेजा गया है, और परिजनों का कहना है कि इसको मार दिया गया है। इनके द्वारा विधिवत जो है वो आवेदन दिया जा रहा है। आवेदन के बाद जो है हम लोगों ने अभी फिलहाल जो स्कूल के संचालक हैं वो हम लोगों के कस्टडी में हैं। वो जैसे इन्होंने एप्लीकेशन इन लोगों का दिया जाएगा उसके अनुसार हम लोग विदेश मत कार्रवाई करेंगे. പോലീസ് പറയുന്നത് ഇങ്ങനെയാണ്: കുടുംബം ഇതൊരു കൊലപാതകമാണെന്ന് സംശയിക്കുമ്പോൾ കുട്ടി വീണതിനെ തുടർന്ന് പരിക്കേറ്റു എന്നാണ് ഹോസ്റ്റൽ മാനേജ്മെന്റ് നൽകുന്ന വിശദീകരണം. ഹോസ്റ്റൽ ഇൻചാർജിനെ നിലവിൽ ചോദ്യം ചെയ്തു വരികയാണ് പോലീസ്. ആഷുവിന്റെ മരണത്തിന് പിന്നാലെ രോഷാകുലരായ ആളുകൾ NH-22 ഉപരോധിക്കുകയും ചെയ്തു. ഹോസ്റ്റൽ മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന് ഗുരുതരമായ അനാസ്ഥയുണ്ടായെന്നാണ് കുടുംബവും പ്രതിഷേധക്കാരും ഉന്നയിക്കുന്നത്. കർശന നടപടി സ്വീകരിക്കുന്നതുവരെ പ്രതിഷേധം തുടരാനാണ് ഇവരുടെ തീരുമാനം. സംഭവത്തിന് പിന്നാലെ തന്നെ ഹോസ്റ്റലിലെ മറ്റു കുട്ടികളെയും അവരുടെ മാതാപിതാക്കൾ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന സാഹചര്യവുമുണ്ടായി. നിലവിൽ ആഷുവിന്റെ മൃതദേഹം പോലീസ് പോസ്റ്റ്മോർട്ടത്തിന് അയച്ചിരിക്കുകയാണ്. റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം മാത്രമേ മരണകാരണം വ്യക്തമായി വെളിപ്പെടുകയുള്ളൂ. മറ്റന്വേഷണങ്ങളും ഇപ്പോൾ പുരോഗമിക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.